ജനപ്രതിനിധി മന്ത്രി റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹം രാത്രി തന്നെ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നു. മറ്റ് ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ജില്ലാ കളക്ടറും എസ് പിയും ADM അടക്കമുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. നമ്മൾ ഈ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചാണ്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അല്ലെങ്കിൽ മറുപടി എന്ന് പറയുന്നത് എത്രത്തോളം ഉത്തരവാദിത്തത്തിലുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ദേശീയപാത നമുക്ക് ആവശ്യമാണ്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ ദേശീയപാത നിർമ്മിക്കുന്നത് ശാസ്ത്രീയമായിട്ടായിരിക്കണം. കാരണം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് ബോഡിമെട്ട് വരെ നിർമ്മിച്ച ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള റീച്ചാണ്. അവിടെ എല്ലാ മഴ പെയ്യുമ്പോഴും ഗ്യാപ് റോഡിൽ മണ്ണ് ഇടിച്ചിൽ ഒരു തുടർക്കഥയാണ്. അവിടെ അതുവഴിയുള്ള ഗതാഗതം നിരോധിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് പോലും അത്തരം ഒരു ജാഗ്രതയോടുകൂടിയല്ല ഈ റോഡിന്റെ നിർമ്മാണം നടക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഒരു വശം നേര്യമംഗലം മുതൽ ഏതാണ്ട് പള്ളിവാസൽ വരെയുള്ള ഭാഗത്ത് വ്യാപകമായ ഒരു വശത്ത് മണ്ണരിഞ്ഞ് നീക്കം ചെയ്തിട്ടുണ്ട്. അവിടെ മതിയായ രീതിയിലുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ല. പ്രീകാസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കോൺക്രീറ്റ് മതിൽ കൊണ്ടുവന്ന് അവിടെ ചാരി വെച്ച് അതിനുശേഷം അവിടെ കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമന്റ് ഉപയോഗിച്ച് അത് ഉറപ്പിക്കുന്നതാണ് രീതി. അതുപോലും ഈ